Hi dear students, welcome back to Alexi Academy. ഈ ഒരു ലെക്ചറിൽ EST 100 എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ഫിഫ്ത്ത് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് തിയറി ടോപ്പിക്സ് ആണ്. ഫോഴ്സ് സിസ്റ്റംസ്, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി, ഈക്വിലിബ്രിയം ലോസ്. ഈ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ലെക്ചറിൽ വളരെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ടോപ്പിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇലാബറേറ്റഡ് ഫോം ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേത് ഫോഴ്സ് സിസ്റ്റം. കൊലീനിയർ ഫോഴ്സ് സിസ്റ്റം. എന്താണ് കൊലീനിയർ ഫോഴ്സ് സിസ്റ്റം? വെൻ എ സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആക്ടിങ് അലോങ് ദ സെയിം ലൈൻ ദേ ആർ കോൾഡ് കൊലീനിയർ ഫോഴ്സ്. അപ്പോൾ ഒരേ ലൈനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ കൊലീനിയർ എന്ന് പറയും. ഇപ്പോൾ എ എന്ന് പറയുന്നൊരു പോയിന്റിൽ നിന്ന് O1 O2 എന്ന് പറയുന്ന രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ O1 O2 കൊലീനിയർ ഫോഴ്സാണ്. കാരണം അത് ഒരേ ലൈനിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അടുത്തത് കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം. വെൻ ദ സിസ്റ്റം ഓഫ് ഫോഴ്സ് ആർ ഇൻ എ പ്ലെയിൻ ദേ ആർ കോൾഡ് കോപ്ലാനാർ സിസ്റ്റം ഓഫ് ഫോഴ്സ്. ഒരേ പ്ലെയിനിലാണ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ സിസ്റ്റം ഓഫ് ഫോഴ്സിന് നമ്മൾ കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയും. ഒരേ പ്ലെയിനിൽ. അപ്പോൾ നമുക്ക് XY പ്ലെയിൻ ഉണ്ട്, XZ പ്ലെയിൻ ഉണ്ട്, ZY പ്ലെയിൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ 3 പ്ലെയിൻ ഉണ്ട്. അപ്പോൾ ഈ ഒരേ പ്ലെയിനിൽ തന്നെയാണ് എല്ലാ ഫോഴ്സും ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയും. നോൺ കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. വെൻ ദ സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആർ നോട്ട് ഇൻ സെയിം പ്ലെയിൻ. നമുക്കൊരു 5 ഫോഴ്സിൻ്റെ ഒരു സിസ്റ്റമാണ് വന്നേക്കുന്നത്, പക്ഷേ പല ഫോഴ്സും പല പ്ലെയിൻസിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ നോൺ കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റംസ് എന്ന് പറയും. അടുത്തത് കൺകറൻറ്റ് ആൻഡ് നോൺ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം. എ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം കണ്ടെയ്ൻസ് ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് അറ്റ് സെയിം വൺ പോയിന്റ്. അതായത് ഇപ്പോൾ ഒരുപാട് ഫോഴ്സസ് ഉണ്ട്, പക്ഷെ അതെല്ലാം ഒരു കോമൺ പോയിന്റിൽ, ഒരു സിംഗിൾ പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഈ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റത്തിൽ തന്നെ നമ്മൾ കോപ്ലാനാർ കൺകറൻറ്റ് സിസ്റ്റം എന്നും നോൺ കോപ്ലാനാർ കൺകറൻറ്റ് സിസ്റ്റം എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു കോപ്ലാനാർ? ഒരേ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് അത് കൺകറൻറ്റും ആണെങ്കിൽ നമ്മളതിനെ കോപ്ലാനാർ കൺകറൻറ്റ് എന്ന് പറയും. ഇനി നോൺ കോപ്ലാനാർ കൺകറൻറ്റ് എന്ന് പറയുമ്പോൾ പല പ്ലെയിൻസിലായിട്ട് ആക്ട് ചെയ്യുന്ന സിസ്റ്റം ഓഫ് ഫോഴ്സ്, പക്ഷേ അതെല്ലാം ഒരൊറ്റ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നോൺ കോപ്ലാനാർ കൺകറൻറ്റ് സിസ്റ്റം എന്ന് പറയും. അടുത്തത് പാരലൽ ഫോഴ്സ് സിസ്റ്റം. ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻസ് ആർ പാരലൽ ടു ഈച്ച് അതർ ആർ കോൾഡ് പാരലൽ ഫോഴ്സ് സിസ്റ്റം. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ഫോഴ്സസ് ഇങ്ങനെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഇതെന്താണ്? ഒന്ന് മറ്റൊന്നിനോട് പാരലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അല്ലേ? അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ പാരലലാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ പാരലൽ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് 2 ഉണ്ട്. ലൈക്ക് പാരലൽ ഫോഴ്സ് സിസ്റ്റം. അതായത് ഇപ്പോൾ 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അത് പാരലലുമാണ്, അത് ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ലൈക്ക് പാരലൽ എന്ന് പറയുന്നത്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ പാരലൽ ഫോഴ്സുകളാണ്. അൺലൈക്ക് പാരലൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഫോഴ്സും പാരലലാണ്, പക്ഷേ രണ്ട് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ 2 ഡയറക്ഷനിലായതുകൊണ്ട് നമ്മളതിനെ അൺലൈക്ക് എന്ന് പറയും. രണ്ടിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ പാരലൽ ആയതുകൊണ്ട് പാരലൽ ഫോഴ്സ് എന്ന് പറയും. ഓക്കെ. ഇത്രയാണ് നമുക്ക് കോമൺ ആയിട്ട് ഫോഴ്സ് സിസ്റ്റംസ് ഉള്ളത്. പിന്നെ നമുക്കിനി അതിൻ്റെ ഒരു ലൈൻ സ്കെച്ചും കൂടി ഒന്ന് നോക്കാം. കൊലീനിയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേ ലൈനിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ ലൈൻ ഓഫ് ആക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സസിനെയാണ് നമ്മൾ കൊലീനിയർ എന്ന് പറയുന്നത്. കോപ്ലാനാർ എന്ന് പറഞ്ഞാൽ ഒരേ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫോഴ്സസ്. ഈ ഒരുപാട് ഫോഴ്സ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പലതും പല ഡയറക്ഷനിലാണ്. അത് കോപ്ലാനാറാണ്, ഒരേ പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ പാരലലുമാണ്. അപ്പോൾ കോപ്ലാനാർ പാരലൽ എന്ന് പറയും. ഒരേ പ്ലെയിനിലുമാണ്, അത് തമ്മിൽ പാരലലുമാണ്. ഓക്കെ. അടുത്തത് കോപ്ലാനാർ ലൈക്ക് പാരലൽ. അപ്പോൾ എന്താണ് കോപ്ലാനാർ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ പ്ലെയിനിലായിരിക്കും എല്ലാ ഫോഴ്സും ആക്ട് ചെയ്യുന്നത്. ലൈക്ക് എന്ന് പറയുമ്പോൾ എല്ലാം ഒരേ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. പാരലൽ എന്ന് പറയുമ്പോൾ ഓരോ ഫോഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ പാരലൽ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അടുത്തത് കോപ്ലാനാർ കൺകറൻറ്റ്. കോപ്ലാനാർ കൺകറൻറ്റ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ പ്ലെയിനിൽ ആയിരിക്കും എല്ലാ ഫോഴ്സും ആക്ട് ചെയ്യുന്നത്. കൺകറൻറ്റ് എന്ന് പറയുമ്പോൾ അതെല്ലാം ഒരു സിംഗിൾ പോയിന്റിൽ വന്ന് കൂട്ടിമുട്ടും അല്ലെങ്കിൽ മീറ്റ് ചെയ്യും. അപ്പോൾ ഡിഫറെൻറ്റ് ഫോഴ്സസ് ഒരേ പ്ലെയിനിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്,
അതെല്ലാം കൂടി ഒരൊറ്റ പോയിന്റിലേക്ക് വന്ന് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ കോപ്ലാനാർ കൺകറന്റ് എന്ന് പറയും. അടുത്തത് കോപ്ലാനാർ നോൺ കൺകറന്റ്. ഒരേ പ്ലെയിനിൽ തന്നെയാണ് എല്ലാ ഫോഴ്സും ആക്ട് ചെയ്യുന്നത്, പക്ഷേ ഇതൊന്നും ഒരു സിംഗിൾ പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുന്നില്ല, എല്ലാം പല പല പോയിന്റുകളിലാണ് വന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ കോപ്ലാനാർ നോൺ കൺകറന്റ് എന്ന് പറയും. ഓക്കെ, ഇതുവരെ നമ്മളെല്ലാം കോപ്ലാനാറിനെ ബേസ് ചെയ്തിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് പറഞ്ഞത്. അടുത്തത് നമുക്ക് നോൺ കോപ്ലാനാർ പാരലൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് ഇസഡ് ആക്സിസ്. അപ്പോൾ ഇതിൻ്റെ പല പോയിന്റിൽ പല ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ഫോഴ്സും പല പ്ലെയിൻസിലാണുള്ളത്. ചിലത് എക്സ് വൈ പ്ലെയിനിലാണ്, ചിലത് എക്സ് ഇസഡ് പ്ലെയിനിലാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് നോൺ കോപ്ലാനാർ എന്ന് പറയുന്നത്. പക്ഷേ ഓരോ ഫോഴ്സിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ അത് പാരലലാണ്. അപ്പോൾ അങ്ങനെയുള്ളതിന് നമ്മൾ നോൺ കോപ്ലാനാർ പാരലൽ എന്ന് പറയും. അടുത്തത് നോൺ കോപ്ലാനാർ കൺകറൻ്റ് ആണ്. അപ്പോൾ ഇവിടെയും പല ഫോഴ്സ് പല പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്. ഒരെണ്ണം ഇസഡ് എക്സ് പ്ലെയിനിൽ, അടുത്തത് വൈ എക്സ് പ്ലെയിനിൽ. അപ്പോൾ അങ്ങനെ പല പ്ലെയിനിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതെല്ലാം ഒരു സിംഗിൾ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ നോൺ കോപ്ലാനാർ കൺകറൻറ്റ് ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് വരുന്നത് നോൺ കോപ്ലാനാർ നോൺ കൺകറൻറ്റ്. അപ്പോൾ നോൺ കോപ്ലാനാർ എന്ന് പറഞ്ഞാൽ പല ഫോഴ്സും പല പ്ലെയിൻസിലാണ് ആക്ട് ചെയ്യുന്നത്. നോൺ കൺകറൻ്റ് എന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടി ഒരു സിംഗിൾ പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് കോമൺ ആയിട്ടുള്ള ഫോഴ്സ് സിസ്റ്റംസ് വരുന്നത്. അടുത്തത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലെയിൻഡ് ഫോമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. The principle of transmissibility states that the point of application of force can be transmitted along its line of action without changing the effect of force on any rigid body to which it is applied. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇതൊരു റിജിഡ് ബോഡിയാണ് ഈ കാണിച്ചേക്കുന്നത്. അതിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എ എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനാണ് ഈ കാണിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സിനെ നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് അടുത്ത ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു എഫക്റ്റും ഇല്ലാതെ, ഈ റിജിഡ് ബോഡിയിൽ എഫക്റ്റിന് ഒരു ചേഞ്ചും ഇല്ലാതെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ആ പ്രിൻസിപ്പിളിനാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൈൻ ഓഫ് ആക്ഷൻ മാറാൻ പാടില്ല. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെ ആയിരുന്നു ഫോഴ്സ്, അതിന് നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെയാണ് മാറ്റി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റിയാലും ഈ ഒരു റിജിഡ് ബോഡിയിൽ ഉണ്ടാകുന്ന എഫക്റ്റ് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ കൺസിഡർ എ റിജിഡ് ബോഡി അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സ് ക്യാപിറ്റൽ എഫ് അപ്ലൈഡ് അറ്റ് എ ആൻഡ് ആക്ടിങ് അലോങ് എ ബി as shown in figure. ഓക്കെ, അപ്പോൾ ഒരു റിജിഡ് ബോഡി തന്നിട്ടുണ്ട്, ഇതാണ് നമ്മുടെ റിജിഡ് ബോഡി. ഈ റിജിഡ് ബോഡിയിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു എഫ് എന്ന് പറയുന്ന ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഈ ഒരു ലൈൻ ഓഫ് ആക്ഷൻ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഓഫ് ആക്ഷൻ്റെ ഡയറക്ഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നത്. Two equal and opposite forces applied at B will not change the condition of the rigid body. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റേറ്റ് മാറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ സെക്കൻഡ് ഫിഗറാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളൊരു ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്തു. ഇനി ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഫോഴ്സ് റൈറ്റിലേക്കും ഒരു ഫോഴ്സ് ലെഫ്റ്റിലേക്കും ഞാൻ കൊടുത്തു. അപ്പോൾ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് നമ്മൾ ബിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും? ഇല്ല, ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പൊക്കോളും. അപ്പോൾ നൾ എഫക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ഓൾറെഡി ഒരു എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു. ഇനി ബി എന്ന് പറയുന്ന പോയിന്റിൽ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഞാൻ എഫ് എന്ന് പറയുന്ന സെയിം മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സ് പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോഴും ഈ ബോഡിയിൽ ഒരു എഫക്റ്റും ചേഞ്ചും ഉണ്ടാവില്ല. Now the removal of force at A and the force at B which is opposite to the force at A will not change the condition of the rigid body. ഇനി ഈ സ്റ്റേറ്റ് ഒന്ന് നോക്കിക്കേ, എയിന്ന് എഫ് എന്ന് പറയുന്നൊരു ഫോഴ്സ് ഉണ്ട്, ബിന്ന് എഫ് എന്ന് പറയുന്നൊരു ഫോഴ്സ് ഉണ്ട്. ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഞാൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കും? ഇല്ല. അപ്പോൾ ഈ രണ്ട് ഫോഴ്സ് ഞാൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എങ്ങനെ വരും? ആ റിജിഡ് ബോഡി ഇവിടെ പഴയ പോലെ തന്നെയുണ്ട്. എ എന്ന് പറയുന്ന പോയിന്റിൽ ഇപ്പോൾ ഫോഴ്സ് ഇല്ല, ബി എന്ന് പറയുന്ന പോയിന്റിൽ ബാലൻസ് ഒരു എഫ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലി ഈ സ്റ്റേറ്റിലുണ്ടായ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് ആയിരുന്നു, അതിനെ ഞാൻ കൺവേർട്ട് ചെയ്ത് എവിടേക്ക് ബി എന്ന് പറയുന്ന ഫോഴ്സിലേക്ക് മാറ്റിയപ്പോഴും ഈ റിജിഡ് ബോഡിയിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ദിസ് കണ്ടീഷൻ ഓഫ് ദ റിജിഡ് ബോഡി ഇൻ ദ ഫിഗർ സി
is same as that of figure A. This proves the transmission of force F from its point of application at A to another point B, which is in the line of action of force F, does not change the condition of the rigid body. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാം. എ എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടായിരുന്നൊരു ഫോഴ്സിനെ നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക്, പക്ഷേ സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെ ആയിരുന്നു, മാറ്റിയാലും ഈ ബോഡിയിൽ, റിജിഡ് ബോഡിയിൽ പ്രത്യേകിച്ച് ചേഞ്ചോ എഫക്റ്റോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു 3 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാം. അടുത്തത് ഇക്വിലിബ്രിയം ലോസ് ആണ്. അപ്പോൾ നമുക്ക് 2 ഇക്വിലിബ്രിയം ലോസ് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ കണ്ടീഷൻസ് നോക്കാം. The equilibrium of a body is the condition in which the resultant of forces and moments acting on the body is zero. അപ്പോൾ ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ എല്ലാത്തിൻ്റെ റിസൾട്ടൻ്റ് എടുത്താൽ അത് 0 ആയിരിക്കും. അതേപോലെ അതിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് സിഗ്മ എം ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇപ്പോൾ സിഗ്മ എഫ് എന്ന് വെച്ചാൽ സം ഓഫ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു 0. സിഗ്മ എം എന്ന് വെച്ചാൽ സം ഓഫ് മൊമെൻറ്റ് വിൽ ബി ഈക്വൽ ടു 0. മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു perpendicular distance, force into അതിൻ്റെ perpendicular distance to a particular point. For two force body to be in equilibrium, the force must be equal in magnitude and opposite in direction and must be collinear. This is the required condition for F is equal to 0 and M is equal to 0. അപ്പോൾ ഇതേപോലെ ഒരു ബോഡിയാണെന്ന് വിചാരിച്ചു. ഇതിൽ 2 ഫോഴ്സാണ് ആക്ട് ചെയ്തതെങ്കിൽ, 2 ഫോഴ്സ് ബോഡി ആണെങ്കിൽ നമുക്ക് അത് ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ ഒരു പോയിന്റിൽ നിന്ന് ഫോഴ്സ് റൈറ്റിലേക്കും അടുത്ത പോയിന്റിൽ നിന്ന് ഫോഴ്സ് ലെഫ്റ്റിലേക്കും ആയിരിക്കണം ആക്ട് ചെയ്യേണ്ടത്. ഈ 2 ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, പക്ഷേ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം ആക്ട് ചെയ്യേണ്ടത്. അതേപോലെ ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇക്വിലിബ്രിയം എന്ന് പറയാം. അപ്പോൾ ഈ ഒരു 2 ഫോഴ്സ് സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒരേ മാഗ്നിറ്റ്യൂഡിലുള്ള 2 ഫോഴ്സ് ആയിരിക്കണം. അത് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണം. ഈക്വൽ എന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ എഫിൻ്റെ വാല്യൂ തന്നെ ആയിരിക്കണം, ഇവിടുത്തെ എഫിൻ്റെ വാല്യൂ. ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം ആക്ട് ചെയ്യേണ്ടത്. മാത്രമല്ല ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ, രണ്ടിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ ഒരേ രീതിയിൽ കൊലീനിയർ ആയിട്ടായിരിക്കണം വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്താൽ 0 ആയിരിക്കും. ടോട്ടൽ മൊമെൻറ്റ്, സം ഓഫ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ അതും 0 ആയിരിക്കും. അപ്പോൾ ഇതാണൊരു 2 ഫോഴ്സ് സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ. For a 3 force body to be in equilibrium, all the 3 forces must be concurrent force. അപ്പോൾ 3 ഫോഴ്സ്, ഈ രീതിയിൽ 3 ഫോഴ്സാണ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ ഇറ്റ് മസ്റ്റ് ബി കൺകറൻറ്റ്. കൺകറൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതെല്ലാം ഒരു സിംഗിൾ പോയിന്റിൽ ആക്ട് ചെയ്യണം. ഇത് കൺകറൻ്റ് അല്ല. 2 ഫോഴ്സ് O എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ മൂന്നാമത്തെ ഫോഴ്സ് ഒരു ഡി ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൺകറൻ്റ് അല്ല, കാരണം ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാവും. ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് 3 ഫോഴ്സും ഒരൊറ്റ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൺകറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ സിഗ്മ എം വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് മസ്റ്റ് മീറ്റ് അറ്റ് എ പോയിന്റ്. അപ്പോൾ കൺകറൻ്റ് എന്ന് വെച്ചാൽ ഓരോ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഒരൊറ്റ സിംഗിൾ പോയിന്റിൽ മീറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് ദ റിക്വയർഡ് കണ്ടീഷൻ ഫോർ എം ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇക്വിലിബ്രിയത്തിൻ്റെ 2 കണ്ടീഷൻ ഉണ്ട് അല്ലേ? എഫ് ഇസ് ഈക്വൽ ടു 0, എം ഇസ് ഈക്വൽ ടു 0. അതായത് നമുക്ക് സിഗ്മ എമ്മും സിഗ്മ എഫും, സം ഓഫ് ടോട്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0, സം ഓഫ് ടോട്ടൽ മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ കൺകറൻ്റ് ആണെങ്കിൽ, ഇതെല്ലാം ഒരേ പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും. മൊമെൻറ്റ്, സം ഓഫ് ടോട്ടൽ മൊമെൻറ്റ് വിൽ ബി ഈക്വൽ ടു 0. If the 3 forces are not concurrent, then one of the force will exert a moment about the point of intersection of the other 2 forces. ഇനിയിപ്പോൾ ഈ ഒരു കേസിലാണ് സംഭവിക്കുന്നതെങ്കിൽ F1ഉം F2ഉം അതിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് 0 ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞു മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ മൊമെൻ്റ് അറ്റ് O ആണ് എടുക്കുന്നതെങ്കിൽ, O എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ മൊമെൻ്റാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് വരും? F1 ഇൻറ്റു ഡിസ്റ്റൻസ് ഇല്ല, 0 ആണ്. അതേപോലെ F2 ഇൻറ്റു ഡിസ്റ്റൻസ് ഇല്ല, 0 ആണ്. പക്ഷേ F3 എന്നുള്ളത് വേറൊരു പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. അത് മുതൽ O വരെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D ആണ്. അപ്പോൾ F3 ഇൻറ്റു D വരും. അപ്പോൾ ഇത് രണ്ടും 0 ആയി പോയി. ഇവിടെ നമുക്കൊരു നോൺ 0 വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ കേസിൽ മൊമെൻറ്റ് വിൽ ബി ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. നേരെ മറിച്ച് ഇതെല്ലാം ഒരു സിംഗിൾ പോയിന്റിൽ വന്ന് ആക്ട് ചെയ്താൽ സം ഓഫ് മൊമെൻറ്റ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം.
ഇനി അടുത്തത് the magnitude of the three forces should be such that the vector sum of any two forces must be equal and opposite to the third force. അപ്പോൾ നമ്മളിപ്പോൾ സിഗ്മ എം ഇസ് ഈക്വൽ ടു സീറോയുടെ കണ്ടീഷനാണ് പറഞ്ഞത്. ഇനി അടുത്തത് സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു സീറോ ആണ്. അതായത് സം ഓഫ് ഓൾ ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു സീറോ. അപ്പോൾ 3 ഫോഴ്സ് സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 ഫോഴ്സിൻ്റെ ഓൾജിബ്രിക് സം എന്താണോ അതായിരിക്കണം മൂന്നാമത്തെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒന്നുകൂടി പറയാം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ 3 ഫോഴ്സ് ഷുഡ് ബി സച്ച് ദാറ്റ് ദ വെക്ടർ സം ഓഫ് എനി 2 ഫോഴ്സ്, ഏതെങ്കിലും 2 ഫോഴ്സിൻ്റെ വെക്ടർ സം ഓൾജിബ്രിക് സം ആയിരിക്കണം മസ്റ്റ് ബി ഈക്വൽ ടു ആൻഡ് ഓപ്പോസിറ്റ് ടു ദ തേർഡ് ഫോഴ്സ്. അപ്പോൾ 2 ഫോഴ്സ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് F1 ഇത് F2 ആണെങ്കിൽ F3 മസ്റ്റ് ബി ഈക്വൽ ടു F1 പ്ലസ് F2 ആയിരിക്കണം. മാത്രമല്ല അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം ആക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റം എടുത്തതെങ്കിൽ ഇവിടുത്തെ സിഗ്മ എഫ് സം ഓഫ് ടോട്ടൽ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. ദിസ് കണ്ടീഷൻ ഈസ് റിക്വയർഡ് ടു സാറ്റിസ്ഫൈ എഫ് ഇസ് ഈക്വൽ ടു 0. If this condition is satisfied, then the 3-force system can be represented by 3 sides of a triangle. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ഈ 3 ഫോഴ്സ് സിസ്റ്റത്തിനെ നമുക്ക് ട്രയാങ്കിളിൻ്റെ 3 സൈഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് F1 ഇത് F2 ഇത് F3 എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ലോ പറയുന്നത്, ലോ ഓഫ് ട്രയാങ്കിൾ ഓഫ് ഫോഴ്സസ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഇഫ് 3 കോപ്ലാനാർ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ആർ ഇൻ ഇക്വിലിബ്രിയം, ദെൻ ദേ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ടേക്കൺ ഇൻ ഓർഡർ. ഓക്കെ, ഈ ഫിഗറിൽ കാണിച്ച പോലെ നമുക്കൊരു കോപ്ലാനാർ ഫോഴ്സ് ആണ് ഉള്ളത്. F1 F2 F3 എന്ന് പറയുന്ന കോപ്ലാനാർ ഫോഴ്സ്. ഇതെങ്ങനെയാണ് കോപ്ലാനാർ? എല്ലാം O എന്ന് പറയുന്നൊരു സിംഗിൾ പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 കോപ്ലാനാർ ഫോഴ്സസ് ഒരു സിംഗിൾ പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് ഈ ഫോഴ്സിനെ ട്രയാങ്കിളിൻ്റെ 3 സൈഡായിട്ട് സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ലോ ഓഫ് ട്രയാങ്കിൾ ഓഫ് ഫോഴ്സസ്. അപ്പോൾ ഫിഗർ 1.16 ഷോസ് ഫോഴ്സ് F1 F2 F3 ആക്ടിങ് അറ്റ് പോയിന്റ് O, കീപ്പിംഗ് ദ പോയിന്റ് ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ ഈ 3 ഫോഴ്സ് O എന്ന് പറയുന്ന പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. ഇത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ലെറ്റ് F1 ആൻഡ് F2 റെപ്രസെൻറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് OA ആൻഡ് OB. അപ്പോൾ അതിനെ നമുക്ക് OA എന്നുള്ളത് F1 ആയിട്ടും OB എന്നുള്ളത് നമുക്ക് F2 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ മൂന്നാമത്തെ ഫോഴ്സ് F3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? OB ആയിരിക്കും റെപ്രസെൻറ്റ് F3 ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതിൻ്റെ ഡയറക്ഷൻ മറ്റേതിന് ഓപ്പോസിറ്റും ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് F3 എന്നുള്ളതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു 3 ഫോഴ്സുള്ള ഒരു കൺകറൻറ്റ് സിസ്റ്റത്തിനെ നമുക്കൊരു ട്രയാങ്കിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ലാമീസ് തിയറം. ലാമീസ് തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇറ്റ് ഈസ് അനദർ ഇക്വിലിബ്രിയം ലോ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് 3 ഫോഴ്സ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ആർ ഇൻ ഇക്വിലിബ്രിയം, then each force is proportional to sine of the angle between other 2 forces. ഓക്കെ, അപ്പോൾ ഇതൊരു ഇക്വിലിബ്രിയം ലോ തന്നെയാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് 3 ഫോഴ്സ് ഒരൊറ്റ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, അതായത് ഇപ്പോൾ F1 എന്ന് പറയുന്നൊരു ഫോഴ്സ് ഉണ്ട്, F2 എന്ന് പറയുന്നൊരു ഫോഴ്സ് ഉണ്ട്, F3 എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. ഇനി F2 F3ൻ്റെ ഇടയിലുള്ള ആംഗിളിനെ ആൽഫ എന്നും F1 F3യുടെ ഇടയിലുള്ള ആംഗിളിനെ ബീറ്റ എന്നും F1 F2 ആംഗിളിൻ്റെ ഇടയിലുള്ളതിനെ നമുക്ക് ഗാമയെന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ ലാമീസ് തിയറം വെച്ചിട്ട് പറയുന്നത് എന്താണ്? ദ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. അപ്പോൾ F1 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ആംഗിൾ സൈൻ ആൽഫ വിൽ ബി ഈക്വൽ ടു F2 divided by sin beta will be equal to F3 divided by sin gamma. അപ്പോൾ F1 എടുക്കുമ്പോൾ മറ്റ് 2 ഫോഴ്സിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആംഗിളിനോടാണ് എടുക്കേണ്ടത്. അതേപോലെ F2 എടുക്കുമ്പോൾ ബാക്കി 2 ഫോഴ്സ് F1ഉം F2ൻ്റെ ഇടയിലുള്ള ആംഗിളാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതേപോലെ F3 എടുക്കുമ്പോൾ F1ഉം F2ൻ്റെ ഇടയിലുള്ള ആംഗിൾ ഗാമയായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ
ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ f1/sin alpha is equal to f2/sin beta is equal to f3/sin beta, sin gamma. അപ്പോൾ ഇതിൻ്റെ അത് പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. f1 എടുക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഗാമയാണ് എടുക്കേണ്ടത്. ഇത് വെച്ചിട്ട് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു അൺനോൺ ഫോഴ്സോ ആംഗിളോ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. പ്രൂഫ് ഓഫ് ലാമീസ് തിയറം. When three forces F1, F2, F3 are acting at a point are in equilibrium, then these forces can be represented by three sides of a triangle OAB as shown in the figure. അപ്പോൾ 3 ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്കതിനെ തൊട്ട് മുമ്പത്തെ ട്രയാങ്കിൾ ലോ പറഞ്ഞ പോലെ ഒരു ട്രയാങ്കിളുടെ 3 സൈഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതാ ഈ ഫിഗർ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഇത് F1 ആണ്, ഇതാ ഇത് F1 ആണ്. അടുത്തത് ഇതാ ഇങ്ങോട്ടൊരു F3 ഉണ്ടായിരുന്നു. അപ്പോൾ സെയിം ഡയറക്ഷൻ മാറ്റാതെ F3 ആക്കി. അടുത്ത സൈഡ് F2. ഓക്കെ, അപ്പോൾ ഇത് OAB. ഓക്കെ, അപ്പോൾ അപ്ലൈയിങ് സൈൻ റൂൾ അനുസരിച്ചിട്ട് എങ്ങനെ പറയാം? ഈ ഒരു സൈഡ് OA ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? OA എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡാണ്, ഡിവൈഡഡ് ബൈ അവിടുത്തെ ആംഗിൾ എന്ന് പറയുമ്പോൾ ടോട്ടൽ 180 മൈനസ് ആൽഫ. അപ്പോൾ ഇത് ആൽഫ ആയിട്ട് പോയി. അപ്പോൾ ഇത് 180 മൈനസ് ആൽഫ ആയിരിക്കും. വിൽ ബി ഈക്വൽ ടു അടുത്ത എന്താണ്? AB. ഇതാണ് AB എന്ന് പറയുന്ന സൈഡ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 180 മൈനസ് ബീറ്റ ഈക്വൽ ടു അടുത്തത് ഇതാണ് സൈഡ്, അതെന്താണ്? BO ഡിവൈഡഡ് ബൈ ഇതാണ് ആംഗിൾ, എത്രയായിരിക്കും? 180 മൈനസ് ഗാമ. ഇനി നമുക്കറിയാം സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ തന്നെയായിരിക്കും. അതേപോലെ OA എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? F1 ആണ്, ഡിവൈഡഡ് ബൈ സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ, അതായത് സൈൻ ആൽഫ. ഇനി അടുത്തത് AB എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡാണ്, വിച്ച് ഇസ് ഈക്വൽ ടു F2 ഡിവൈഡഡ് ബൈ സൈൻ 180 മൈനസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ബീറ്റയാണ്. അടുത്തത് BO എന്ന് പറഞ്ഞാൽ F3 ആണ്, ഡിവൈഡഡ് ബൈ സൈൻ 180 മൈനസ് ഗാമ എന്ന് വെച്ചാൽ സൈൻ ഗാമയാണ്. ഈ രീതിയിൽ നമുക്ക് ലാമീസ് തിയറം പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലാമീസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാമീസ് തിയറത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ലെക്ചറിൽ സോൾവ് ചെയ്യാം. താങ്ക് യു.